യേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്ക് യേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഓ അവൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. ഓ ശരണമവൻ തരും ചിറകുകളിൽ കീഴിൽ പരിചയം പലകയുവാൻ അവനേതും ചിറകുകളിൽ കീഴിൽ പരിചയം പലകയുവാൻ അവനേനി പാരിടത്തിൽ പകലത്തെ പണികളിലും
ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനി പാരിടത്തിൽ. അത് ചേർന്ന് പറയാൻ പറ്റുമോ? പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോൽ പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ യേശുവേ കുറവിനില്ലതാ അനുദിനം താഴ്ന്നിഴലേ മാറവിൽ വസിച്ചിടും ഞാൻ. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. We thank God for this blessed time that He has given us. ഇന്ന് ഈ ആരാധനയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. The Lord has given us another opportunity to come and worship Him together. ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ലല്ലോ. The Lord is not a God who gives up on us. അവന്റെ കരുണയാണല്ലോ നമ്മളിവിടെ കടന്നു It is വന്നിരിക്കുന്നത്. His mercy that we are gathered here. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം നമ്മളെ പരിപാലിച്ചു. He kept us safe over the last few weeks. ആപത്തുകൾ അനർത്ഥങ്ങൾ നമ്മുടെ മുൻപിൽ വരാമായിരുന്നു. We could have faced many troubles and challenges, അവിടെയെല്ലാം യഹോവയുടെ കരുണ കൂടിയിരുന്നു. but He intervened in all of that and protected us. പ്രതിസന്ധികളെ മറികടപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. He gave us the grace to overcome the troubles that we നമ്മൾ faced. അറിയുന്നവരും അറിയാത്ത അനേകർ ലോകം വിട്ട് മാറ്റപ്പെട്ടു. Many people who we knew and who do not know have left this world, എങ്കിലും ദൈവ സ്നേഹം നമ്മുടെ കൂടിയിരുന്നു. but it's mercy and love of Jesus protected us. കടന്നു വന്ന എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. We greet everybody who's come here this morning. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. I especially greet everybody who's watching us online this പ്രത്യേകം morning. നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ സൂമിലൂടെ ആയിരിക്കുന്നു, നിങ്ങളെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. And many of our brothers and sisters are watching us online on Zoom. We welcome you as well. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല ലൈഫിൽ. And life will not happen according to our plans all the പല time. പ്ലാനുകളും ഓർത്ത് ഭവനത്തിൽ വന്നാലും ഇവിടെ വന്നു കഴിയുമ്പോൾ പല പ്ലാനുകളും നമ്മുടെ മുമ്പിൽ ഉടയപ്പെടാറുണ്ട്. And when we come here, very often many of our plans may have to be disrupted. നമ്മുടെ മെന്റലി ഒത്തിരി ഡിസ്ട്രാക്ഷൻ വരാറുണ്ട്. And we will be distracted mentally. ഒന്നും ദൈവം അറിയാതെ വരത്തില്ല. But I know that nothing happens without the Lord knowing. യേശു എപ്പോഴും നല്ലവനാണ്. Jesus is good all the time. ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു യേശു എത്ര Put നല്ലവനാണ്. your hand on your heart and say, how good is Jesus. ഇങ്ങനെ കർത്താവ് നമുക്ക് ഒരു അവസരം തന്നതിനായി സ്തോത്രം. Thank God that He's given us another opportunity. പരിമിതികൾ പലതും നമ്മുടെ നടുവിലുണ്ട്. We have many restrictions. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ പല കാര്യങ്ങളും പാസ് ചെയ്തു പോകുന്നുണ്ട്. And you might be thinking a lot of things as you are sitting here. ഒരിക്കലും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ പറയുന്ന വേർഡുകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടല്ല ഇരിക്കുന്നത്. And you're not just sitting here just listening to my words. നിങ്ങളുടെ മുഖങ്ങൾ മാസ്കിന് മേലെ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. I can see you and understand you're thinking many things. പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. You're thinking about many things. യേശു സകലവും കാണുന്നു. But the Lord sees നമ്മുടെ everything. വിചാരങ്ങളെ കർത്താവ് കാണുന്നു. He knows your thoughts. സ്വാതന്ത്ര്യമായി ആരാധിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. Believe that there will come a day when we will worship in freedom. നമ്മുടെ യുവതിയുവാക്കന്മാർ വർഷിപ്പ് നല്ല രീതിയിൽ ചെയ്യുന്ന ദിവസം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. Believe that there will come a day when our youngsters will be able to worship here. ആരും ഡിസ്കറേജ് ആവാതെ എൻകറേജ് ആയി മുന്നേറുക. And let none of us be discouraged but be encouraged even നിങ്ങൾ ആയിരിക്കുന്ന more. സ്ഥലങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. Where you are, pray to Jesus. എന്റെ ശുശ്രൂഷ കർത്താവിനെ മാനിക്കണമേ. Lord, honor my ministry. എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പല I മേഖലകളിലും. want to develop and grow in you, Lord. ദൈവം എനിക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്. You've given me many talents, Lord. ഇത് ഉപയോഗിക്കാൻ കർത്താവിനെ അധികാരപ്പെടുത്തണം പ്രാർത്ഥിക്കുക. Abba, authorize me, enable me to use it for your kingdom. ഹല്ലേലൂയ.
ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല നമ്മുടെ ആത്മീയത്വം വെളിപ്പെടേണ്ടത്. You should not be just coming to church where your spirituality is കീബോർഡ് revealed. പ്ലേ ചെയ്യും മാത്രമല്ല ആത്മീയം വെളിപ്പെടേണ്ടത്. Not just when you play keyboard your spirituality is വചനമായി revealed. നിൽക്കുമ്പോൾ മാത്രമല്ല ഈ ആത്മസാന്നിധ്യം വെളിപ്പെടേണ്ടത്. When I stand here with my word, that's not the only time my എല്ലാ spirituality should be സമയത്തും revealed. നമ്മുടെ ആത്മീയത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. All the time your spirituality must be revealed. നമുക്ക് തിരുമേശ ഇന്നും നമ്മുടെ നടുവിലുണ്ടല്ലോ. We have the Lord's table in our midst. കടന്നു വന്ന എല്ലാവരും ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. I greet you all in the name of ഓരോ Jesus. ആഴ്ചയിലും വ്യത്യസ്തമായി വ്യക്തികൾ കടന്നു വരുവാൻ ഈ അവസരം തരുന്നുണ്ടല്ലോ. The Lord is enabling us to put a rota system where many people are coming every week. നമ്മുടെ ഹോള് അല്പം കൂടെ വലുതായിരുന്നുവെങ്കിൽ മൊത്തം ആളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു. If we had a much bigger hall, we could have accommodated every person from our പ്രാർത്ഥിക്കാം church. സ്വന്തമായി ആലയം കർത്താവ് തരേണ്ടതിന്. Can we pray that the Lord gives us our own place to മൾട്ടി worship? സ്റ്റോറുള്ള ദേവാലയം ഈ പട്ടണം തരേണ്ടതിന്. Let the Lord give us multi-story places to worship. ഞാൻ നിങ്ങൾ വിചാരിക്കാത്ത പല നിങ്ങളുടെ കാര്യങ്ങൾ ഇരിപ്പില്ല ഇപ്പോൾ. Haven't you got many things that you never നിങ്ങൾ expected? ഉപയോഗിക്കുന്ന ഓരോ ഗാഡ്ജറ്റുകളും നമ്മൾ പ്രതീക്ഷിച്ചത് വല്ലതും ആയിരുന്നു. Many gadgets you're holding today you never expected you would ഞാൻ have നിങ്ങളും it. ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. The cars and vehicles you and I use are things that you never expected. ഞാനിരുന്ന സൂട്ട് ജീവിതത്തിൽ ഓർത്തതായിരുന്നു. And the suits that I wear I never expected before. എക്സ്പെക്ട് ചെയ്യാത്ത പലതും നമ്മുടെ കരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ Haven't you got many things you've never expected before? യഹോവയുടെ രാജ്യത്തിന് വേണ്ടി ദേവാലയം തരുന്ന വിശ്വാസം Then തന്നെയാണ്. believe that the Lord will give us a house of prayer in this ഞാനത് land. വിശ്വസിക്കുന്നു, ഞാൻ I പ്രാർത്ഥിക്കുന്നു. believe it and I pray for നിങ്ങൾ it. ഓരോരുത്തരും ഏറ്റെടുക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു. And if you believe, receive it and pray for അതിനായി it. നിങ്ങളുടെ സാമ്പത്തികങ്ങൾ നന്മകൾ ദൈവരാജ്യം നിങ്ങൾ കൊടുക്കുന്നു, ദൈവം നിങ്ങളെ മാനിക്കും. And many of you have honored the house of God for the building of the church. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുത്താൽ എപ്പോഴും നിശ്ചയമായി എപ്പോഴും അവന്റെ കാര്യങ്ങളിൽ കാണും. And if you give for the house of God, the Lord will make sure that ഈ you are ലോകത്തിൽ എത്ര full. സ്പെൻഡ് ചെയ്താലും അതൊരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. Whatever you spend for this earth, it will waste away one day. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കട്ടെ. But the Lord will be with us all നമുക്ക് the time. സുപരിചിതമായ ഒരു തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's turn our attention to a very familiar ഞാൻ passage. പലവട്ടം പ്രസംഗിച്ച തിരുവചനം തന്നെയാണ്, നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. It's something that I've preached many times and you've heard it many എന്നാൽ times. ദൈവം അതിൽ നിന്ന് ചില പുതിയ ചിന്തകൾ തരേണ്ടതിന് ഞാനും നിങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കും. And I'm praying that the Lord will reveal something new today to you. ഞാനൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. കർത്താവ് തരുന്നുവെങ്കിൽ മാത്രം പറയും, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കും നിർത്തും. And I'm not written anything down. If the Lord gives me, I will share with you. കർത്താവ് നല്ല മാനിക്കട്ടെ. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5, 6, 7 വാക്യങ്ങൾ. Let's read the book of John, chapter 6, verses 5, 6, and 7. When Jesus then lifted up his eyes and saw a great company coming to him, he said unto Philip, Where shall we buy bread that these may eat? And he said to prove him, for he himself knew what he was going to do. Philip answered, 200 penny worth of bread is not sufficient for them, that every one of them may take a little. ഞാൻ വിശ്വസിക്കുന്നു സൂമിലായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ലൈവ് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അല്പം പ്രതിസന്ധികൾ നേരിട്ടു, നിങ്ങൾ ദയവായി ക്ഷമിക്കുക. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. I hope everyone who is watching on Zoom, you can hear us. We had some technical challenges, but hopefully you can see us and hear us. വായിച്ച സുവിശേഷം ഇങ്ങനെ വായിച്ചല്ലോ, യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടു. ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. And we read here that Jesus saw a great crowd coming towards him, and he's saying to Philip, where will we buy bread so that they may eat? ഇവിടെ നമുക്ക് വളരെ സുപരിചിതമായ തിരുവചനമാണ്. This passage is very familiar and we're all familiar with it. ഈ ഒരു സുവിശേഷ അല്ലെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന ദൈവപൈതൽ അല്ലാത്തവരും ഇഷ്ടം പോലെ കേൾക്കുന്ന ഒരു കാര്യമായി യേശുവിന്റെ അപ്പവും കോട്ടയൊക്കെ. And whether you are a believer or not, you have heard this passage many times. അതുകൊണ്ട് നിങ്ങൾ കേട്ടതാന്ന് വിചാരിച്ചിരിക്കല്, കേൾക്കാത്ത പോലെ ഇരിക്കുക. ദൈവം പുതിയൊരു സന്ദേശം അതിനകത്ത് തരും. Hallelujah. So sit here like you've never heard this before. You're going to hear something new. ഇവിടെ നമ്മൾ വായിച്ചു, യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടു. Here we read that Jesus saw a great company of people coming towards him. വിത്തൗട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ചെല്ലാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം കർത്താവിന്റെ അടുക്കലാണ്. The one place that you can go without taking any appointment is the presence of Jesus. അത് എത്ര പേർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും വരാം. Whoever wants to come, they can come. How many ever people come, it's okay. ഏത് സമയത്തും വരാം, ഏത് നിമിഷത്തും വരാം. You can come any minute, any second of the day. ഇവിടെ എന്റെ സന്ദേശം തുടങ്ങുമ്പോൾ യേശുവിന്റെ അടുക്കൽ
അൺഅപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വരുന്നൊരു കൂട്ടത്തെ കാണും. And here you see a great crowd coming to Jesus without any appointments booked. അവിടെ എഴുതിയിരിക്കുന്ന വലിയൊരു പുരുഷാരം യേശുവിന്റെ അടുക്കൽ വരുന്നത് കണ്ടു. And it says that Jesus saw a great crowd coming towards him. ഈ വരുന്നത് കണ്ടപ്പോൾ ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം കൊടുക്കുമെന്ന് ചോദിച്ചു. So when he saw this crowd, he's asking to Philip, where will we get bread to feed these people? നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരുന്ന അപ്പം തിന്നാനാണോ? Do you come near Jesus just to have bread? നിങ്ങൾ ആരെങ്കിലും ഇന്ന് അപ്പം തിന്നാൻ വന്നവരാണോ? Has anybody come here so you can eat bread this morning? പക്ഷെ ഇവിടെ യേശു പറയുന്നു ഇവർക്ക് തിന്നാൻ അപ്പം കൊടുക്കണം. But Jesus is saying we want to feed these people. അതിന്റെ അർത്ഥം യേശുവിന്റെ അടുക്കൽ വരുന്നവന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമാണ്. That means that Jesus knows the desire of your heart when you come near him. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിലും നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവമാ നമ്മുടെ കർത്താവ്. Even if you and I don't tell him what you need, he knows and he tests our heart. വലിയൊരു പുരുഷാരം യേശുവിന്റെ അടുക്കൽ വരുന്നു. A great crowd is coming towards Jesus. നമ്മൾ ദേവാലയത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ട്? പാട്ട് പാടാൻ അല്ലെങ്കിൽ വചനം കേൾക്കാൻ ഒരുമിച്ച് സന്തോഷിക്കാനൊക്കെയാണ്. Why do we come to the house of God? To pray, to worship and praise him. യേശുവിന്റെ അടുക്കൽ വരുന്നതും സുവിശേഷം കേൾക്കാൻ വരുന്ന കൂട്ടമുണ്ട്. This crowd, some of them might have come to hear the gospel. ഇവിടത്തെ പശ്ചാത്തലത്തിൽ യേശു പറയുന്നു ഒരു വലിയ പുരുഷാരം നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. And in this passage Jesus is saying a great crowd is coming towards us. ഇവർക്ക് അപ്പം കൊടുക്കണം. I want to feed them bread. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെ ആഗ്രഹത്തെ അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കും. This morning the Lord will know the desire inside your heart and he's going to work for ചിലർക്ക് you. അപ്പമായിരിക്കും ആവശ്യം. Some of you might need bread. ചിലർക്ക് ജോലി ചേഞ്ച് ആയിരിക്കും ആവശ്യം. Some of you might need a job change. ചിലപ്പോൾ രോഗത്തിന് ചില പ്രതിസന്ധികൾക്ക് മാറ്റമായിരിക്കും Some of ആവശ്യം. you might be desiring a healing. ചിലപ്പോൾ അസമാധാനം മാറേണ്ടതായിരിക്കും ആവശ്യം. Some of you might be desiring that you want peace in your life. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാ നമ്മുടെ കർത്താവ്. But our God tests our hearts. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇതാർക്കും വേണ്ടാത്തൊരു കാലഘട്ടം. But in this time nobody wants this. നോക്കി, യേശുവിന്റെ അടുക്കൽ വരുന്നവരോട് പറഞ്ഞു, യേശുവിന് പറയണം അവർക്ക് അപ്പം കൊടുക്കണം. Jesus is saying these people are coming towards me, I want to feed them bread. യേശുവിന്റെ അടുക്കൽ വരുന്ന എന്തിനാ അപ്പം? Why does somebody who come to Jesus, why do they need to be fed അവർക്ക് bread? അന്നേരം ഹംഗ്രി ആയിരുന്നു. Because I believe that Jesus knew these people were hungry. മാറിയാലേ ചിലതിന് കർത്താവ് പ്രവൃത്തി ചെയ്യാൻ And പറ്റും. only if their hunger is satisfied, the Lord can work for them. അവരുടെ പ്രയോറിറ്റിയെ തിരിച്ചറിഞ്ഞു. The Lord knew what their priority ഇന്ന് പകൽ was. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ അറിയുന്നതിന് മുമ്പേ നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്ന കർത്താവാണ്. And before you know what your priority is, the Lord ഇന്ന് knows ഈ what you പ്രഭാതത്തിൽ need. ഞാൻ അറിയുന്നു എന്റെ ഹൃദയത്തിലെ പ്രയോറിറ്റി അറിയുന്ന ഒരു കർത്താവ് എന്റെ അരികിൽ വന്നിട്ടുണ്ട്. And this morning I know the Lord knows my heart and he is right എന്റെ here. ഭാര്യക്ക് അറിയത്തില്ല, എന്റെ കുഞ്ഞിനറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല എന്റെ പ്രയോറിറ്റി എന്താണെന്ന്. Nobody else here, my wife or my child or this crowd doesn't know what I need. എന്നിട്ട് കൈവച്ച് പറഞ്ഞ് എനിക്ക് പോലും പലപ്പോഴും എന്റെ പ്രയോറിറ്റി അറിയത്തില്ല എന്ന കർത്താവ് എന്റെ പ്രയോറിറ്റി അറിയും. Say that I do not know what my priority is, but my Lord knows what I need. എന്റെ പ്രയോറിറ്റി അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നാഥന്റെ അരികിലേക്ക് വരുവാൻ ഇന്ന് പലർക്കും കഴിയുന്നില്ല. Very often people hesitate to come to the presence of the Lord. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, To those who are hearing this message, I want to എവിടെ tell you, പോയാലും കിട്ടാത്ത ഒരു സ്ഥലമാ ദൈവത്തിന്റെ അരികിൽ ചെല്ലുന്നവന് കിട്ടുന്നത്. wherever you go, you will not be satisfied, but you will be satisfied in the presence of ഞാൻ God. മുമ്പോട്ട് പോകട്ടെ. അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. So Jesus is asking Philip, where will we buy bread to feed these people? ഫിലിപ്പോസിനോട് ചോദിക്കാൻ യേശുവിന് അറിയത്തില്ലേ? Why did Jesus have to ask Philip? പലപ്പോൾ നിന്നോടും ചോദിക്കും എന്നാ മോനെ ചെയ്യണ്ടേ. Sometimes you will find Jesus asking you, what shall we do? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? What does it ഇത് say? അവനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. And it says that Jesus asked this to him so he can prove him. നമ്മുടെ വീട്ടിലോട്ടെങ്ങാനും ഒരു 2-3 പേർ അറിയാണ്ട് വന്നിട്ട് വീടിനകത്തെ ബഹളം നമുക്ക് അറിയാൻ പറ്റും. If we suddenly get some uninvited guests, few people, we are so tensed. ചില വിളിച്ച ഫോൺ എടുക്കത്തില്ല. Sometimes we won't even answer the കാരണം phone. വാർഗം നിൽപ്പുണ്ടെന്ന് വിചാരിച്ചോണ്ട് എടുക്കത്തില്ല. We're worried that they are standing on the doorstep. പിന്നെ പിറ്റേ അയ്യോ വിളിച്ചായിരുന്നോ കണ്ടില്ല കേട്ടോ നോണേ പറയാം. And sometimes we will say, I didn't see the call, did you call 24 me? മണിക്കൂറും ഫോൺ കൊണ്ടുവന്ന് പറയും കണ്ടില്ല. എന്തോരം നോണേ. 24 hours you carry your phone, but you say, I didn't hear. ഫോൺ കയ്യിലില്ലാത്തൊരു ചുരുക്കം. ഞാൻ എപ്പോഴും എന്റെ ഫോൺ കൈ വെക്കാറുണ്ട്. I always carry my phone. ചിലപ്പം വിളിച്ചാൽ കിട്ടാറില്ല, ചിലപ്പോൾ വോയിസ് മെയിൽ പോവും. അല്ലെന്താ ഈവൻ ദോ വിത്തിൻ അവേഴ്സിനോട് തിരിച്ചു വിളിക്കാൻ ഞാൻ ശ്രമിക്കും. And I might not answer sometimes, but I'll call back in a couple of hours. കണ്ടില്ല എന്നൊക്കെ പറയരുത്. Don't say that I didn't see it. എപ്പോഴാ കണ്ടു? Sometime you would have seen it. കണ്ടോ ഇല്ലയോ?
Have you not seen കാരണം it? നമുക്കറിയാം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലൊന്നുമില്ലല്ലോ. We know that there is nothing to feed this people. ഒന്നുമില്ലാത്തടത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ്. But where there is nothing, the Lord നിന്റെ works ശൂന്യതയിൽ miracles. പ്രവർത്തിക്കാണ് യേശു വരുന്നത്. Jesus comes so he can work in your നിന്റെ emptiness. കഴിവുകൾ ഉപയോഗിക്കാനല്ല യേശു He ആഗ്രഹിക്കുന്നത്. doesn't want you to use your ability or നിന്റെ your കുറവുകളെ strength. നികത്തുന്ന ദൈവമായി ഇന്ന് പകൽ നമ്മുടെ നടുവിൽ This വന്നിരിക്കുന്നത്. morning the Lord is willing to satisfy your ഹല്ലേലൂയ. weaknesses. നോക്കിക്കേ, ഫിലിപ്പോസിനോട് ചോദിക്കുന്നു വല്ലതുമുണ്ടോ? Jesus is asking to എന്ത് Philip, ചെയ്യും? do you have anything? ഈ ഫിലിപ്പോസ് ആരാ? Who is Philip? യോഹന്നാൻ 1:43. John 1:44. അതേ പുസ്തകം തന്നെ 1:43 വായിക്കാം. John 1:43. ആ. The day following, Jesus would go forth into Galilee and finds Philip and says to him, "Follow me." യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. So Jesus was going to Galilee and he saw Philip and he said, "Follow me." നിങ്ങൾ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ ഫിലിപ്പോസിനെ കുറിച്ചും ഫിലിപ്പോസ് നഥനയോട് സംസാരിക്കുന്ന സന്ദേശമൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊരു വേറെ ഒരു സന്ദേശമായതുകൊണ്ട് അങ്ങോട്ട് കയറാൻ And ആഗ്രഹിക്കുന്നു. you read further that you see how Philip followed Jesus and then went to Nathanael, യേശു etc. ക്ഷണിച്ചിട്ട് വന്ന ഒരു ശിഷ്യനാണ് ഫിലിപ്പോസ്. Philip is a disciple that Jesus actually invited him to അപ്പൊ follow him. ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, നമ്മൾ എന്തു ചെയ്യും? So to this Philip, Jesus is asking, what shall we do? എന്താ ഫിലിപ്പോസ് പറഞ്ഞേ? What is Philip's answer? ഈ ജനത്തെ എല്ലാം കണ്ടപ്പോ എന്നാ പറഞ്ഞു? When he saw the crowd, what does he ഞാൻ say? കണക്ക് പറയും 3 കിലോ ചിക്കൻ മതിയായിരിക്കും. I'm just imagining he must have said 3 kilos ഞാൻ chicken എന്നെ is പറഞ്ഞ enough. കുഴപ്പമില്ല, ഞാൻ പറയാറില്ല, ഞാനങ്ങ് പറയുക. തികഞ്ഞില്ലെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് കൂടെ ഇടാന്ന് പറയും. And I'm imagining if I was Philip, I would have said 3 kilos is enough. If it's not sufficient, we'll put some ഇവിടെ potatoes. എന്താ 200 പണത്തിന് അല്ലെ, 200 പണം ഇംഗ്ലീഷ് തന്നെ എഴുതിയിരിക്കുന്നതിന് 200 penny worth. ആ എന്താ ഇപ്പോൾ 200 പൗണ്ട് ഇരിക്കട്ടെ, Imagine it's 200 നമുക്ക് pounds. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. 200 പൗണ്ട് എന്റെ കയ്യിലുണ്ട്. Imagine I have 200 pounds. എന്റെ കർത്താവിന് അറിയായിരിക്കും ഫിലിപ്പോസിന് 200 പൗണ്ട് ഉണ്ടെന്ന്. I'm imagining Jesus knows Philip has എന്റെ ഒരു 200. ചിന്ത അങ്ങ് പറഞ്ഞോട്ടെ. This is just my thought. പോകുന്ന വഴിയെല്ലാം കിട്ടതായിരിക്കും, ഓഫറിംഗ് കിട്ടതായിരിക്കും. It might be an offering he got. അത് ബൈബിളിൽ ഞാനങ്ങ് പറയുക. This is my imagination. പോകുന്ന വഴിയിൽ ആരെങ്കിലും എന്താ ഓഫറിംഗ് കൊടുത്തതായിരിക്കും. Somebody might have gifted him. യേശു മേടിച്ചില്ല, യുവമാര് മേടിക്കും. Even if Jesus don't take the money, these disciples will. ഹല്ലേലൂയ. യേശു കൊടുക്കുന്നവനല്ലേ, മേടിക്കുന്നവനല്ലോ. Jesus is a God who gives, he doesn't take. നമ്മുടെ മനോഹം വാങ്ങുക എന്ന് മാത്രമാണ്. Our desires are always to take. അങ്ങനെ എവിടുന്നോ കിട്ടിയതായി 200 പൗണ്ട് ഇരിക്കട്ടെ. Imagine Philip had a 200 pounds, ഞാൻ somebody അതിലേക്ക് gifted ഹിസ്റ്ററി him. ഒന്നും കേറിയിട്ടില്ല, ഞാൻ എന്റെ അസംഷൻ അങ്ങ് പറയാ. This is my assumption. ഏതായാലും ഫിലിപ്പോസ് പറഞ്ഞു എന്റെ 200 പൗണ്ട് ഉണ്ട്. പൗണ്ട് അല്ലാത്ത വയലിലേക്ക് ഞാൻ അങ്ങ് പറയുവാണ്. So imagine Philip is saying, I have 200 നാളെ പറയും pounds. വിൽസം ഭാഷ 200 പൗണ്ട് ഉണ്ടെന്ന് വയൽ ഇല്ലാത്ത വയൽ പറഞ്ഞു പറയും. അങ്ങനെയൊന്നും അല്ല, 200 എന്റെ മലയാളത്തിൽ കിടക്കുന്ന 200 പണത്തിനെന്നാ. And it says 200 penny worth. But ഞാൻ UK ആയതുകൊണ്ട് 200 പൗണ്ട് എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. from UK, I'm saying it's 200 pounds. ഫിലിപ്പോസ് പറഞ്ഞു 200 പണത്തിന് അപ്പം മതിയാകത്തില്ല. And so Philip is saying, with this 200 pounds, the bread is not going to be enough. നിന്റെ 200 പൗണ്ടും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്നേ. With this 200 pounds, you can't survive. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ വല്ലതും നേടാൻ നോക്കുന്നതുകൊണ്ട് ഒന്നും എത്തിപ്പെടാതെ. The reason why we are not achieving anything is because we're trying with the things we നമ്മുടെ have. ജോലി കൊണ്ട് നമ്മൾ കടന്ന് ഒതയ്ക്കുമല്ലേ. With our work, we are working harder and harder. ഒതച്ച് നമ്മളൊരു പരുവത്തിൽ ഒതച്ച് കിടക്കുക. And we are trying and we are so weak. ഇന്ന് പകരുന്ന സന്ദേശം ഞാൻ വിളിച്ചു പറയട്ടെ. This morning I'm telling you a നിന്റെ message. കയ്യിലുള്ളത് അവിടെ ഇരിക്കട്ടെ. What you have, keep it there. അതുകൊണ്ടൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ലൈഫിൽ ഉണ്ടാകത്തില്ല. You will not be satisfied with ഉണ്ടായ it. ആരെങ്കിലും ഉണ്ട് കരം ഉയർത്തി പറഞ്ഞു, If you are satisfied ഞാൻ today, lift your എല്ലാത്തിനും hand. സാറ്റിസ്ഫാക്ഷൻ ആണ്. Say, I'm satisfied in everything. അങ്ങനെയുള്ളവൻ കള്ളനെന്ന് ഞാൻ പറയും. I will say that you're a liar. സാറ്റിസ്ഫാക്ഷൻ ഒരേ ഒരു ജീവി മനുഷ്യനാ. The one person who's never satisfied is human beings. തീറ്റയ്ക്കകത്ത് കുറ്റം പറയും, In your food you complain. നോക്കുന്നതിന് കുറ്റം പറയും. The way people look at you, So you we will complain. say something. And every time you find something to 200 complain. പൗണ്ട് ഉള്ള പൗലോസ് പറയുന്നു നമുക്ക് ഇത് അപ്പം ശരിയാകത്തില്ല, So തികയത്തില്ല. Philip, who has 200 penny worth, is saying it's not going to be enough. ഇതാണ് നമ്മൾ ഈ ഒന്നുമില്ലാതാക്കുന്ന നിമിഷം. And this is the time when we feel we are empty. നമ്മുടെ കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നത്. That's where the Lord will work. ഈ നിന്റെ കൈക്കകത്തുള്ളത് കൊണ്ട് നീ പരിശ്രമിക്കരുത്. Don't try with what you have. അതുകൊണ്ട് നേടാമെന്ന് കരുതണ്ട. Don't think that you will gain with അതുകൊണ്ട് it. വല്ലതും സമ്പാദിക്കാമെന്ന് കരുതണ്ട. Don't think you're going to earn enough with കർത്താവിന് it. പ്രാധാന്യം കൊടുത്താൽ When you prioritize Jesus, 200 പൗണ്ട് കൊണ്ട് എന്റെ മിടുക്കം കൊണ്ട് അവരെ പോറ്റാമെന്ന് വിചാരിക്കണ്ട. don't think that with the 200 I can satisfy ഈ people.
ഇരിക്കുന്നതുകൊണ്ട് നീ വല്ലതും ചെയ്യാമെന്ന് വിചാരിക്കണ്ട. Don't think what you have you can do many അവിടെ things. ഫിലിപ്പോസിനെ പരിചയപ്പെടുത്തുകയാണ്. And Jesus is introducing നിന്റെ Philip. 200 കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Philip, with what you have you can do nothing. ഇന്ന് പകൽ പറഞ്ഞു എന്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Say, Lord, with what I have I can do അതിനാ nothing. യേശുവിന്റെ അരികിലേക്ക് വരേണ്ടത്. That is why you want to come to Jesus. പലപ്പോഴും ആൾക്കാർക്ക് യേശുവിന്റെ അരികിൽ വരാൻ സമയമില്ല, സ്വന്തം ഒതയ്ക്കാൻ ഓട്ടമാ. Very often people are working hard but they don't have time to come to അവനൊരു Jesus. ഒതയായി They മാറിയിരിക്കുക. are working every day but gaining എന്നാൽ nothing. യേശുവിന്റെ അരികിലേക്ക് വന്നിട്ട് But when you come near Jesus വാക്ക് ലഭിക്കുന്ന സമയമൊക്കെ ഒതയ്ക്കാൻ തുടങ്ങിക്കേ, and use the remaining time to work, കയ്യിലുള്ളത് അതുപോലെ അവിടെ ഇരിക്കും. what you the Lord gives he will നിന്റെ sustain ജീവിതം it. മാറ്റിമറിക്കുവാൻ ദൈവത്തിന് He will കഴിയും. change your life. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കി 200 പണത്തിന് അപ്പം മതിയാകത്തില്ല. And he's saying this 200 penny worth bread is not going to be enough. നമ്മൾ പറയുന്ന കാര്യമല്ലേ? These are things we say as well. 500 ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യും മറ്റേ കാര്യത്തിന് വേണ്ടി? And we say, I have only 500 pounds, what are we going to do? പറയാറില്ലേ? Don't you say it? 1500 കിട്ടി, എന്നാക്കെ ആവുക, മറ്റേ ആ ഗ്യാസ് ബില്ലും എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇനി ആകെ 100 ഉള്ളൂ, എന്തു ചെയ്യും? We say that we get 1,500, I pay all my bills, I've got nothing left. ശരിയല്ലേ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? We've said it many times. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓവർ ചെയ്തല്ലോ, എന്നിട്ടും അങ്ങോട്ട് തികയുന്നില്ലല്ലോ. I worked overtime last week and it's still not sufficient. അന്നേരത്തിന് അടുത്ത ആഴ്ച 2 ഓവർ അടിക്കും. And you do 2 overtime the next week. പിന്നെ കാൽക്കുലേഷൻ ചെയ്തവര് പിന്നെ തികയുന്നില്ല. But even after that calculation, nothing is enough. ഒരു കണക്ക് തെറ്റുണ്ട്. There is a calculation mistake somewhere. ഞാൻ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? Does somebody understand? മതിയാകത്തില്ലെന്നേ. You will never be എന്റെ satisfied. ദൈവം ചോദിഞ്ഞ മതിയാകത്തില്ല. Say, I will not be ഉള്ള satisfied. കാര്യമാണ്. That is the truth. എന്ന് ഇവിടെ കർത്താവ് പറയുകയാണ്. But Jesus is saying ഇത് അവനെ പരീക്ഷിക്കാൻ എത്ര പറഞ്ഞത്? that he did this so that he can test Philip. ഫിലിപ്പോസിന് യേശുവിനെ കുറിച്ച് അറിയാമെങ്കിലും അവന്റെ കഴിവിനെ അവൻ പ്രകടിപ്പിക്കാൻ നോക്കുക. And even though Philip knows what Jesus is, he's trying to prove his ability. മനസ്സിലാവുന്നുണ്ട്? എന്റെ കൈ കൊണ്ട് ഞാൻ ചെയ്തു നോക്കട്ടെ. Let me try with what I have. പക്ഷെ അവൻ സമ്മതിക്കുന്നു ഈ ജനത്തെ കാണാൻ പറ്റത്തില്ല. But at the same time he's saying it's അവിടെ impossible. നിൽക്കട്ടെ, മുൻപോട്ട് നമുക്കൊന്ന് വായിക്കാം. ഇത് പരീക്ഷിക്കേണ്ടതിനായിരുന്നു പറഞ്ഞത്. അടുത്ത് ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്. And one of the disciples, Andrew, Simon Peter's brother, is saying, ഈ ചോദിച്ചത് പറഞ്ഞത് ആരോടായിരുന്നു? who did Jesus ask the question ഫിലിപ്പോസിനോട്. to? കേട്ടോ, To Philip. ശ്രദ്ധിച്ചു കാരണം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. Yeah, that's what it ഫിലിപ്പോസിനോട് പറഞ്ഞു, says. Is Jesus asking നമ്മൾ Philip, ഇവർക്ക് എങ്ങനെ അപ്പം കൊടുക്കും? how can we feed this ഈ people? പുള്ളി എന്ത് ചെയ്തു? What is this man doing? കേട്ട വാൾ എന്ത് ചെയ്തു? What did he say? എന്ത് ചെയ്തു പറഞ്ഞേ? What did Philip do? ഓടി മറ്റൊരു അടുത്തോട്ട് വന്നു. I'm imagining that he എടാ went എന്നാ to ചെയ്യുന്നേ? the other disciples said, what do we എന്റെ do? ആകെ 200 ഉള്ളൂ. I have only got 200. അച്ഛന്റെ അക്കൗണ്ട് നോക്കി എത്ര ഉണ്ടെന്ന്. How much do you have? ഇവൻ അങ്ങോട്ട് നോക്കി. And they're looking. മറ്റവന്റെ കീശക്കകത്ത് He looked at somebody else's pocket. നോട്ടം മറ്റുള്ളവന്റെ അകത്താ. You're always looking at somebody എന്നിട്ടും else. വിശ്വസിക്കുന്നില്ല തമ്പുരാൻ ഒരു പ്രവർത്തിക്കാൻ But പറ്റുമോ? even there, they are not believing God can do വർഷങ്ങളായി something. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവല്ലേ? For years, you're looking at each other. വല്ലതും ഫില്ലാകുന്നുണ്ടോ? Are you filled? വല്ലതും മതിയാകുന്നുണ്ടോ? Are you satisfied? യേശു കൂടെ നടന്നിട്ടും Even though Jesus is walking യേശുവിന്റെ with ആഴം you, തിരിച്ചറിയാതെ you're not knowing the depth of Jesus. ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഫിലിപ്പോസ് അവന്റെ സ്വന്തം എബിലിറ്റി പുറത്തെടുത്തു. So Philip is saying, this is my ability. അവൻ ഓടി അന്ത്രയോസിനെ അടുത്ത് ചെന്ന് He കാണും. goes to Andrew and says, മത്തായി അടുത്ത് ചെന്ന് കാണും. he must have gone to എടാ Matthew. എന്നാ ചെയ്യുന്നേ? What do we do? നമ്മുടെ യേശു പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും? Jesus is saying he wants to feed അയ്യോ them. എന്തു ചെയ്യും? ആകെ പരവേശമായി. They're all troubled. അങ്ങനെ ഓടി ഓടി നടന്നപ്പോളാ And as they were looking around, അടുത്തവന്റെ കീശക്കകത്ത് അപ്പം ഇരിക്കുന്നത് കണ്ട്. suddenly they saw that there was bread in എന്നിട്ടും somebody's തമ്പുരാനടുത്ത് pocket. പറഞ്ഞില്ല, കർത്താവേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പാ നിനക്കിതെല്ലാം പറ്റുമോ, ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞില്ല. And none of them said, Jesus, we can't do anything, you can do പല it. സ്ഥലങ്ങളിൽ നിന്നെ ഈശ വരപ്പിക്കുന്നതിന്റെ കാരണം എന്നറിയാവോ? Do you know why you are troubled നീ very അവിടെ often? നോക്കും വരെ നിന്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകത്തില്ല. Till you seek the face of the Lord, you will not be fulfilled. ആരംഭത്തിൽ യേശുവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ലെന്ന് പറയുവാൻ കഴിയട്ടെ. Can you say, Lord, there is no good thing beside you, Lord? യേശുവിന്റെ കൂടെ നടന്നിട്ട് മനസ്സിലാകുന്നില്ല കേട്ടോ. Even though they are walking with Jesus, they don't യേശുവിന്റെ know കൂടെ him. ഇത്രയും കാലം നടന്നിട്ടും അവന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. For many years they're walking with Jesus, but they're not able to പെട്ടെന്ന് ചാടി understand. അക്കൗണ്ട് തുറക്കുന്നു, ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ആകപ്പാടെ ഓട്ടം പരവേശം. And they are troubled and they're seeking every way they എന്നാൽ can. ഒരു സാഹചര്യം വരുമ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ മനസ്സുണ്ടോ? But when you have a challenge, can you come to Shall we Jesus? pray together എന്ന് പറയാൻ പറ്റുമോ? Can you say as a family, can we നമ്മുടെ pray അവസ്ഥ together? ഉള്ളതുപോലെ അറിയുന്ന യേശുവിനാണ് നമ്മൾ ആരാധിക്കുന്നത്. We are worshipping the Lord who knows ഇന്ന് your പല situation. മേഖലയും പരിശ്രമിച്ച് നടക്കുന്നില്ല കേട്ടോ. You have tried many times, പ്രിയ but you are സഹോദരൻ failure.
ആത്മദൂത് വിളിച്ചു പറയുകയാണ്. This morning I'm telling you, അന്യോന്യം എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും how much ever you say I'm ഒരു working hard, fulfillment വരാത്തതിന്റെ കാരണം do you know why you are not fulfilled? യേശുവിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് This because you need to prioritize ഇതുവരെയും എന്നെ Jesus. കൊണ്ടുവന്ന കർത്താവെങ്കിൽ If the Lord brought me this far, ദൈവത്തിന് അതും ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. believe that the Lord can do നോക്കിക്കേ, miracles. അന്ത്രയോസ് ഇങ്ങനെ പറയുകയാണ്. Andrew is saying like this. ശിശുമലൊരുത്തനായ ശിമോൻ പത്രോസ് സഹോദരൻ അന്ത്രയോസ് അവനോട്, Andrew, ഇവിടെ ഒരു ബാലനുണ്ട്. there is a boy here. എവിടെ നോക്കി? Where is he looking? നമ്മൾ ഈ പള്ളിയൊക്കെ വന്നിരിക്കുമ്പോൾ ഇപ്പൊ ആദ്യം നോക്കാൻ പറ്റില്ല, കാരണം എല്ലാം ഫേസ് കവർ ആയതുകൊണ്ട്. And now you can't look at each other. അടുത്തിരിക്കും നോക്കും. We look at the person next. അവൻ കൈയടിക്കുന്നുണ്ടോ? Is he clapping? എന്നിടയ്ക്ക് അവൻ ഉടുപ്പന്ന What is he wearing? അല്ലേ? അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കാറുണ്ടോ? Is he looking at me? വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒന്ന് കാൽക്കുലേഷൻ, ഇന്ന് എന്നോട് സനു മിണ്ടിയായിരുന്നു, And we think that person talked to me today. ഇന്ന് എന്നോട് നിമ്മി മിണ്ടിയായിരുന്നു, Did she talk to me today? ഇന്ന് എന്നോട് ശിവ മിണ്ടിയായിരുന്നു. Did he speak to me today? വീട്ടിൽ ബെഡ് കിടക്കി ഇങ്ങനെ ഓർക്കുക. And we are lying down on our bed and thinking എന്തോ this. കാരണമുണ്ട്, എന്തോ കാരണം. There is some reason. അവന്റെ അകത്താ. We are looking at somebody else. യേശുവിനെ നോക്കുന്ന ഇതൊന്നും സമയം കിട്ടത്തില്ല. When you focus on Jesus, you don't have time for all അന്ത്രയോസ് this. പറഞ്ഞു, എന്താ ഇതാ ഒരു ബാലന്റെ കയ്യിൽ അപ്പം. Andrew is saying there is a lad, there's a boy with bread. ബാലന് അപ്പം ഉണ്ട്. He has bread. എന്ത് ചെയ്തു? അപ്പം എന്ത് ചെയ്തു? അവന്റെ പക്കൽ 5 അവത്തപ്പവും 2 മീനുമുണ്ട്. Saying he's got 5 barley loaves and 2 എങ്കിലും small ഇത്രയും പേർക്ക് അത് fishes. എന്തുള്ളൂ എന്ന് പറഞ്ഞു. But then what is the use of that for so many people? മനസ്സിലായോ? എന്നിട്ടും രക്ഷയില്ല. Even then they are saying there is no hope. വായ്പ മേടിച്ചിട്ടും രക്ഷയില്ല. Even by lending it from somebody else is നമ്മുടെ no hope. കയ്യിലുള്ളത് വെച്ചിട്ടും രക്ഷയില്ല. What I have, I've put forward, it's not enough. Something is missing. Hallelujah. ഇന്നു പകൽ ദൂത് ആരോടെ വിളിച്ചു പറയുക? സംതിങ് ഇസ് മിസ്സിംഗ്. Somebody, the message is saying something is missing. ഇവിടെ കണ്ടോ, അടുത്തുള്ളവന്റെ അടുക്കൽ അപ്പമുണ്ട്, അതും തികയത്തില്ല. And the person next to them, they've got bread, but it's not enough. ഫിലിപ്പോസിന് 200 പൗണ്ടിന് മേടിക്കേണ്ട അപ്പത്തിനുള്ള കാശുണ്ട്, എന്നിട്ടും തികയുന്നില്ല. And Philip has money, but he can't buy enough bread. ഇതെല്ലാം കണ്ടുകൊണ്ട് തമ്പുരാൻ ഇങ്ങനെ നിൽക്കുക. Jesus is watching all of this. ഇവൻ എത്രത്തോളം പോകുന്ന കാണട്ടെ. How far will this person go? നോക്കിക്കേ, ഫിലിപ്പോസ് അങ്ങോട്ട് ഓടുന്നു, Philip is running. അന്ത്രയോസ് അങ്ങോട്ട് പോകുന്നു, Andrew's running the other way. ബാലന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. He's going to a boy and speaking. അഞ്ചേ ഉള്ളോടാൻ He's ചോദിക്കുന്നു. asking, have you only got 5? അപ്പുറത്ത് വേറെ ബാക്കറ്റ് വല്ല ഉണ്ടോ എന്ന് And ചോദിക്കുന്നു. he's asking somebody else, do you have any നുണ more? പറയില്ലെന്ന് ചോദിക്കുന്നു. He's asking people, don't lie, what do you ഒരു നൂറും have? കൂടെ തരാൻ പറ്റുമോ ചോദിക്കുന്നു. He's asking, can you give me a little more? Ask in different way. എന്റെ Hallelujah. അപ്പൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കും. My God is watching all of this. താഴോട്ടൊന്ന് വായിച്ച് വേഗത്തിൽ ഞാൻ തന്നെ വായിച്ചോളാം, നിർത്താൻ പോവാ. അല്പം 5 അവത്തപ്പവും 2 മീനും ഉണ്ട്. ഇതാരാ പറയുന്നത്? അന്ത്രയോസ് പറയാ. So Andrew is saying this boy has 5 barley loaves and 2 fishes. ഏതായാലും ആ മകൻ നല്ലൊരു മോനാ. That boy is a good boy. നമ്മുടെ പിള്ളേരെ പോലെ മീറ്റിംഗിനിടയ്ക്ക് സാപ്പടിക്കുന്ന ആളല്ല. And he is not somebody who eats in between the church. അപ്പനെ ഞാൻ വന്ദിക്കുന്നു. I bless the ആ parents. അപ്പനമ്മ നിങ്ങളായി മാറാൻ പ്രാർത്ഥിച്ചോ. Pray that you become those parents. യേശുവിന്റെ അടുക്കൽ വരുമ്പോ തീറ്റ പരിപാടി പാടില്ല. When you come to the house of God, don't feed and eat in the church. മനസ്സിലാകുന്നുണ്ടോ? Hallelujah. ഹലോ, മനസ്സിലായോ? അതുകൊണ്ട് ആ ബാലനെ കത്ത് ഉപയോഗിച്ചത്. That's why the Lord used that young boy. അയ്യോ, മനസ്സിലാകുന്നുണ്ടോ? Do you understand? ബാലനെ ഉപയോഗിക്കണം, മോളെ ഉപയോഗിക്കണം എന്ന് മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. There's no point in just saying, I want my children to be used. എന്താ ചെയ്തവിടെ? What did they do? ഈ ബാലന്റെ കയ്യിൽ 5 അവത്തപ്പവും 2 മീനും കൈ വെച്ചോണ്ടിരിക്കുക. This boy has 5 barley loaves and 2 fishes. അവൻ ഇരുന്നത് കൊണ്ട് അവനെ ഉപയോഗിച്ചത്. And because he sat there അയ്യോ, obedient, he was എന്റെ used. ബാലനും എന്റെ ബാലികയും ദൈവത്തിന് ഉപയോഗപ്രദമായി മാറണമെങ്കിൽ If you want your young boys and girls to be ചില used for കണ്ടീഷനൊക്കെ ഉണ്ട് God, കേട്ടോ. there are some conditions. വരുമ്പോഴേ ബാങ്ക് തുറക്കുക, ഓരോ കള്ളി അങ്ങ് തുറക്കുക, And you open the bag and ആദ്യം you ചോക്ലേറ്റ് open, കൊടുക്കുന്നു, you give a chocolate, പിന്നെ ക്രിപ്സ് കൊടുക്കുന്നു. then you give crisps. അയ്യോ, ഇതൊന്നും അല്ല ദേവാലയത്തിലേക്ക് വരുമ്പോൾ This is not what you should do in the house of ഇത് God. ദേവാലയം അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്കല്ലേ വന്നത്. And this is where you come to the Jesus. എന്തുകൊണ്ടാ ഈ കുഞ്ഞ് പ്രയോജനമുള്ളതായി മാറി? Why was this boy useful for the kingdom of എന്റെ God? ഒരു ചിന്ത ഞാൻ പറഞ്ഞോട്ടെ. I'm imagining, മോനെ, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ യേശുവിന്റെ അടുക്കിലേക്കാണല്ലോ പോകുന്നത്. the mother is saying you're going to പിന്നെ Jesus. പല കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ പോകാൻ ഇഷ്ടമില്ല. Many children don't like coming to the house of പക്ഷേ ഈ God. കുഞ്ഞിന് വളരെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നടന്നു വന്നത്. I'm imagining this boy likes it, so he's come യേശുവിന്റെ there. അടുക്കിലേക്ക് ചെല്ലുമ്പോൾ When you come to ഇവിടെ Jesus, നീറ്റായിട്ടിരിക്കണം. you must sit obediently. നിന്റെ കയ്യിൽ 5 അപ്പവും 2 യവത്തപ്പൊക്കെ 2 മീനൊക്കെ വെച്ചിട്ടുണ്ട്. I've given you 5 bread and 2 fish. ചെല്ലുമ്പോഴേ നീ തുറന്ന് കഴിക്കരുത്. Don't eat it as soon as you get മീറ്റിംഗ് there. കഴിയാ തുറന്നു പോയേക്കരുത് Without the meeting finishing, don't open it. എന്ന് ഞാൻ വിശ്വസിക്കുക. I'm imagining this. അതുകൊണ്ടാണല്ലോ അവിടെ ചെന്നിട്ടും ഞാൻ ചിന്തിക്കുക, ബാൽ ഇങ്ങനെ നോക്കും, ഓ
യവത്തപ്പം നിന്നാണ്ട് കൊതി വരിക. And I'm imagining this boy must have been eager to eat that. അല്ലേ? നമ്മുടെ പിള്ളേരും ബാഗ് നോക്കുമ്പോഴത്തേനും എന്താ നമ്മൾ തുറക്കുന്നോണ്ട് പിള്ളേങ്ങ വീഴും അതിന്റെ അകത്തോട്ട്. And as soon as we open our bag, our children are jumping into the bag. We are saying we don't want them to cry. We want them to be silent. അല്ലേ? നമ്മൾ ക്രിപ്സ് കൊടുത്ത് സൈലന്റ് ആകുമ്പോൾ കോളിംഗ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. And when you give crisps and keep them silent, their calling is being lost. ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. Don't be offended when I say പിള്ളേർ this. വലുതായോണ്ടാന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. You might be thinking my children are older. ഉണ്ടായാലും പാട്ടിന് നടന്നാലും ഇനി ഞാൻ കൊടുക്കത്തില്ല. And I've decided that if there's one more, I will not feed it. Hallelujah. In the house of God. ഇവിടെ എന്താ വായിച്ചത്? 5 അബദ്ധം ഉണ്ടെന്ന് പറഞ്ഞു. And this child is saying, I've got 5 loaves. ബാലന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. This boy has this package. ബാലൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കി അബദ്ധം പിടിച്ചോണ്ട് and he's holding on to his lunch. എന്നാൽ അമ്മ പറഞ്ഞു ഓർക്കുക. But he's reminded what his mother must have said to him. ഇതാര് കണ്ടുപിടിച്ചു? Who saw this? അന്ത്രയോസ് കണ്ടുപിടിച്ചു. Andrew saw it. ഈ അന്ത്രയോസ് കണ്ടുപിടിച്ചപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് അടച്ച സാധനത്തിൽ അത് 5 അങ്ങനെ അറിഞ്ഞു. How did Andrew see this boy's closed lunch bag? How did he know? എങ്ങനെ അറിഞ്ഞു? ഇപ്പൊ നമ്മളെ അറിയണമെങ്കിൽ തുറന്നു നോക്കണം. If we want to know who you are, you need to take your mask off. സയൻസ്ബറി ചോദിച്ച ഒരു സഹോദരിയെ കണ്ടു, എനിക്ക് മനസ്സിലായില്ല. I saw a sister in Sainsbury, I couldn't recognize her. I know she one day came to our church. Hallelujah. ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എന്റെ മാസ്ക് ഒക്കെ മാറ്റി. I removed my mask. Can you just little bit? I couldn't understand. Hallelujah. ഈ അപ്പം എത്രണ്ണം അറിയണമെങ്കിൽ if you want to know how much bread is in this bag, ഇവൻ വലിയ എസ്ഐയാണ്, യേശുവിന്റെ കൂടെ നടക്കാൻ ഭയങ്കര സംഭവമല്ലേ. and Andrew is a boss because he's walking with അങ്ങനെയാണോ? Jesus. മന്ത്രിയുടെ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു കെറ്റപ്പൊക്കെ ഇല്ലേ സന്തോഷേ? When you walk with the minister, you have a pride. ഉണ്ടോ ഇല്ലയോ? അന്ത്രയോസ് ചോദിച്ചു, എത്രണ്ണം ഉണ്ടാ? I'm imagining Andrew's asking this boy, how much do you have? And he said, I've only got 5. കാരണം ആരാ കൂടെ നടക്കുന്നവനാ? Who's this person who's asking? യേശുവിന്റെ കൂടെ നടക്കുന്നവനാ. Andrew is walking with Jesus with അതുകൊണ്ട് അവൻ pride. കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. That's why the boy said honestly. ചോദിച്ചു, എത്രണ്ണം പറഞ്ഞോളാൻ പറയും. And I'm imagining Andrew must have said, 5 ഉള്ളേ. say how much you have. He said, I've got 5 അതുകൊണ്ട് and 2 കറക്റ്റ് fish. ആയിട്ട് പറയുന്നു, 5 അവത്തപ്പവും 2 മീൻ. That's why the boy has said, I've got 5 barley loaves and 2 small ഒന്നേ അവൻ fishes. ബലമായി തുറന്നു നോക്കി കാണും. Either Andrew opened it, ഇല്ലേ അവനോട് നോക്കി അല്ലെങ്കിൽ പറഞ്ഞു കാണും. or he must have said. വാട്ടവർ മറ്റുള്ളവന്റെ കീശയ്ക്കകത്തെ അറിഞ്ഞു. But Andrew came to know what was in somebody else's എന്നിട്ട് bag. അന്ത്രയോസ് പറയുകയാണ്, And then Andrew is saying, even if we have that, that's not going to be enough. അടുത്ത താഴോട്ടൊന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിപ്പനാകും. 5 അവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്രയ്ക്ക് എന്ത് ചെയ്യും? ആളുകളെ ഇരുത്തുവേൻ എന്ന് യേശു പറഞ്ഞു. Then Jesus is saying, make the men sit down. ഒരുത്തനിൽ 200 പൗണ്ടും, one person has 200 penny ഒരു worth. ബാലന്റെ അടുത്ത് 5 അപ്പവും 2 മീനും. One young boy has 5 loaves of bread and 2 fish. എന്റെ ചിന്ത ശരിയാണെങ്കിൽ വചനമൊക്കെ പറഞ്ഞനുസരിച്ചിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ 200 ഉണ്ട്, ഈ കൊച്ചിന്റെ അടുത്ത് 5 അപ്പവും ഉണ്ട്. And I'm imagining one person is saying, I've got 200, another person is saying, this child has 5 loaves and 2 നമ്മൾ fish. ഇരിക്കുന്നത് പോലെ തന്നെ. But Jesus kept quiet. ഇരുത്തടാന്ന്. And Jesus said, make the men sit down. ഏതായാലും യേശു പറഞ്ഞപ്പോഴെല്ലാം ഇരുന്നു കേട്ടോ. And I'm imagining that as soon as Jesus said, all these men sat down. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. There was a lot of grass in that place. യേശു ഇരിക്കാൻ പറയുന്നിടത്തും Jesus said where to sit down. നിനക്ക് സുഖമുള്ള സ്ഥലമായിരിക്കും. Where the Lord asks you to sit, you will be comfortable there. യേശുവിന്റെ ഇരിപ്പിന് ഒരു കംഫർട്ടബിൾ ഉണ്ട്. When Jesus asks you to sit down, there will be comfort. യേശു നിന്നെ മുള്ളേലൊന്നും ഇരുത്തുകയില്ല. He will not put you on thorns. അതിന്റെ അർത്ഥം യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നിനക്കൊരു വലിയ മാറ്റമുണ്ട്. That means when you sit in the presence of God, you have a great change. എവിടെ ഇരിക്കാൻ പോകുന്നത്? Where are you going to sit? യേശുവിന്റെ മുൻപിലായിരിക്കുന്നത്. You are sitting in front of Jesus. ദൈവമക്കളെ, നിങ്ങൾ എത്ര നിമിഷം ദൈവസന്നിധിയിൽ ഇരുന്നാൽ, ദൈവത്തിന് മുമ്പിൽ ഇരുന്നാൽ, How much time you spend in front of Jesus, നഷ്ടമെന്ന് കരുതരുത്. don't think it's a waste. നിങ്ങളെ മതിയാക്കുന്നവനാ കർത്താവ്. He'll satisfy your needs. പലപ്പോഴും പല മേഖലകളിലും മതിയാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, The reason why you're not satisfied in many parts of your life is because you are not sitting where you are meant to sit. എനിക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം, എവിടെയെങ്കിലും പോകാം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റവൻ എന്നാ കുഴപ്പം, ഇവൻ എന്നാ കുഴപ്പം എന്നൊക്കെ പറയും. And we might say that it's okay if I don't go to church, if I don't worship, other people are not doing it. യേശുവിന്റെ അടുക്കൽ വന്നതാണെങ്കിൽ, But if you have come to Jesus, നിന്നെ കണ്ടതാണെങ്കിൽ, if the Lord has called you with a purpose, യേശുവിന്
നിന്നല്ലാതെ ഒരു പൂർണ്ണത നമ്മുടെ ലൈഫിൽ You ഉണ്ടാകത്തില്ല. will find that you are not satisfied anywhere else but the presence of നോക്കിക്കേ, യേശു Jesus. പറഞ്ഞു, അവർ ഇരുത്തുവരെന്ന് പറഞ്ഞു. Jesus said, place these people. അടുത്തത് എന്താണ്? 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി. So 5,000 men sat down and Jesus took the loaf and blessed it. എനിക്ക് തോന്നുന്നത് ഈ അന്ത്രയോസ് അപ്പം എടുത്തോണ്ട് യേശുവിനടുത്ത് ഓടി. And I'm imagining Andrew must have carried this bread and gone നമ്മുടെ to Jesus. പിള്ളേരാണ് അവിടെ അടിച്ച് പൊളിച്ചാനെ. If it was our children, they would have cried and ഇവിടെ broken that ചേട്ടത്തി place. അനിയത്തി അപ്പം എടുക്കത്തൊരു വീട് തല്ലിപ്പൊളിക്കും. When his sisters take each other's food, they fight. ഷെയറിങ്ങിനും മനോഭാവമുള്ള ഒരു കുഞ്ഞ്. This child had a heart to share. ഒന്നോർത്തെ, ഷെയറിങ്ങിനും മനോഭാവമുള്ള ഒരു കുഞ്ഞ്. This boy had a heart he could share. ആ കുഞ്ഞ് വന്നവർക്ക് ഒരു അനുഗ്രഹമായി മാറി. That boy became a blessing to everybody who gathered എനിക്ക് there. ജനിച്ച കുഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി Say മാറുമെന്ന് that പറഞ്ഞു. my child will become a blessing to other people. എനിക്ക് 4-5 കുഞ്ഞുണ്ടായിട്ടൊന്നും കാര്യമില്ല. Doesn't matter if I have 5 അത് children. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം. I want them to be a blessing to somebody നോക്കിക്കേ, else. ഈ 5 അപ്പം യേശുവിന് അടുക്കൽ എത്തിയിട്ടുണ്ട്. These 5 loaves have reached the hand of Jesus. അത് വായിക്കുന്നതാണ്. 5 പുരുഷമായിരുന്നു. എന്താണ്? അപ്പമെടുത്തു വാഴ്ത്തി ഇവർക്ക് പങ്കിട്ട് കൊടുത്തു. And he said, he took the loaf of bread, he distributed to the disciples. എന്ത് ചെയ്തു? യേശു അപ്പമെടുത്തു. And Jesus took the loaves of എന്താ bread. നിന്റെ കയ്യിലുള്ളത്? He said, what do you have? ഹല്ലേലൂയ. Hallelujah. കുറഞ്ഞതിനെ നികത്തുവാൻ ദൈവത്തിന് കഴിയും. What is lacking, the Lord will fulfill എന്നാൽ it. 200 അപ്പം 200 പൗണ്ടാ ഉള്ളത്. കർത്താവ് എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. And if you just have 200 pounds, say, Lord, this is all I നിനക്ക് have. വലതും ചെയ്യാൻ പറ്റുള്ളൂ. Can you do, you're the only one who can do എന്റെ something. എബിലിറ്റി ഇത്രേ ഉള്ളൂ. This is my ability, Lord, Lord. I know you can do it. I know you can do it, Lord. ഇന്ന് പകൽ ചില മേഖലയിൽ പറയാൻ പറ്റുമോ? In some situations, can you say this? പറയാൻ പറ്റുമോ? Can you say it? ഒരു പൂർണ്ണത ഇന്ന് പല കാലം വരുവാൻ കർത്താവ് The ആഗ്രഹിക്കുന്നു. Lord wants to give you fulfillment in your പല life. മേഖലകളിലും നീ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. You are crushed and squeezed in many situations. ദൈവത്തിന്റെ സന്നിധിപ്പാൻ തുടങ്ങട്ടെ. Can you sit in the presence of Jesus? ഹല്ലേലൂയ. എനിക്കുള്ളത് എന്ന് പറയാൻ പറ്റുമോ? Can you say, Lord, this is all I have? യേശുവിന്റെ കയ്യിലേക്ക് ഈ അപ്പം ചെന്നപ്പോൾ When this bread came into the hand of അവന്റെ കണ്ണിൽ ഈ Jesus, 5 അപ്പം ഒന്നും പറ്റത്തില്ല. then in front of the disciples, this 5 bread is ഓ, nothing. അവന്റെ കയ്യിൽ 2 മീനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. The disciples are feeling this 2 fish can do nothing. യേശുവിന്റെ കണ്ണിൽ ഈ 5,000 But മാറുകയാണ്. in the eyes of Jesus, those 5 breads became 5,000. Hallelujah. യേശുവിന്റെ കണ്ണിൽ അത് 10,000 When the മാറുകയാണ്. eyes of Jesus looks at it, it multiplies to ഇതാ 10,000. യേശു മൾട്ടിപ്പിൾ ചെയ്യുന്ന കർത്താവാണ്. Jesus is a Lord who multiplies. കർത്താവ് അതിനെ ഇൻക്രീസ് ചെയ്യുന്ന He is a കർത്താവാണ്. God who increases. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേഴ്സ് കൈവച്ചു പറ, കർത്താവ് എനിക്കുള്ളത് ഇതാണ്. Hold on to your wallets and your purses and Lord, say, this you is all I know have. everything. Hallelujah. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. Give it to the hand of എന്നിട്ട് Jesus പ്രാർത്ഥിക്കാൻ and തുടങ്ങുക. start praying like നിന്നെ this. മൾട്ടിപ്ലൈ ചെയ്യാൻ കർത്താവിന് The കഴിയും. Lord will start multiplying നീ you. നിന്റെ പ്രാർത്ഥന കുറച്ചേ നിന്റെ പ്രയത്നം അല്പം ഒന്ന് കുറച്ചേ. Stop your hard work, reduce your ഞാൻ hard അത് work. ചെയ്ത് ഇത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ ചെയ്ത് ഞാൻ ഇന്നത് ചെയ്യുമെന്ന് ചിന്തിക്കരുത്. Don't think that I'm doing this and that and doing everything. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. I cannot do anything, എനിക്ക് Jesus. പറ്റുന്ന ഇതേ ഉള്ളൂ. This is all I can do. ബാക്കി എന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും. But everything else you ഇന്ന് can. പകൽ ആര് വിശ്വസിക്കുന്നുണ്ട്? How many of you can believe this നിന്റെ morning? ഞെരുക്കത്തെ മാറ്റുവാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ. The Lord can take away your നീ ദൈവത്താൽ struggles. വിളിക്കപ്പെട്ടതുകൊണ്ട്, Because you are called by the ദൈവത്താൽ Lord. തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് Because you are chosen by Jesus. ഇന്ന് പകൽ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? Can you surrender to the hand of എന്റെ കണ്ണിൽ Jesus? ഇത് ഒന്നുമല്ലെങ്കിൽ In my eyes, this is nothing. യേശുവിന്റെ കണ്ണിൽ ഇത് വലുതാ കേട്ടോ. But in the eyes of Jesus, this is great. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് If ചിന്തിക്കുന്നുണ്ടെങ്കിൽ you are thinking this is all I have, how can I go യേശുവിന്റെ കണ്ണിൽ forward? അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ But in the പോവുകയാണ്. eyes of Jesus, He's going to ചില multiply ജീവിതങ്ങൾ ഇന്ന് it. പകൽക്കാലം നീറുന്നവരോട് ഇരിപ്പുണ്ട്. This morning, there are people sitting ഓരോ burdened. മാസം കഴിയുമ്പോഴും നീറി കഴിയുന്നവരോട് ഇരിപ്പുണ്ട്. Every month you pass by struggling. ഞാൻ ആത്മസന്ദേശത്തിൽ വിളിച്ചു പറയട്ടെ, But in the Spirit, I'm telling ദൈവം you, മൾട്ടിപ്പെട്ട കർത്താവാണ്. my God is a God who multiplies. കാലങ്ങൾക്ക് മുമ്പേ ഞാനും ഞെരുങ്ങിയ ഒരു There was a കാലഘട്ടമുണ്ട്. time when I was struggling. എന്നാൽ ദൈവത്തോട് കർത്താവേ, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. But I said, Lord, I can't do എനിക്കുള്ളതെല്ലാം anymore. നിനക്കുള്ളതാണ്. Everything I have is ഞാൻ തുണി yours. ഉടുത്താലും ഇല്ലേലും നിന്റെ ഹിതം പോലെയാണ്. Whether I wear or not is your will, കർത്താവ് Lord. കരങ്ങളെ ചലിക്കുന്ന ഒരു പ്രഭാതമായി Let മാറട്ടെ. this be a morning where the hand of the Lord നിന്റെ works for ഞെരുക്കങ്ങളെ you. മാറുന്ന പ്രഭാതമായി മാറട്ടെ. Let this be a time when the Lord takes your struggles ദൈവത്തിന്റെ away. സന്നിധിക്കാൻ തുടങ്ങാൻ തുടങ്ങി. Can you sit in the presence of Jesus? കർത്താവിന്റെ കണ്ണിലൂടെ എന്റെ നന്മ കേറി ഇറങ്ങട്ടെ. But let the eyes of the Lord fall on my blessings. പ്രാർത്ഥിക്കാം. Let's pray. Jesus, hallelujah. Hallelujah. Jesus, Jesus, Jesus. Hallelujah.
എന്റെ കുഞ്ഞൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ള കുഞ്ഞായി മാറണം. Let my child be a blessing to others. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാണെപ്പടി രണ്ടപ്പോൾ മോനെ നീ ആരെയും കാണിക്കില്ല, നീ ആർക്കും കൊടുത്തേക്കില്ല, നീ കഴിച്ചോണോ എന്ന് പറയും. And we might say to our children, don't show anybody, don't just eat yourself. എനിക്കൊന്നുമില്ല കർത്താവേ, ഞാനുള്ളത് കൊണ്ടൊക്കെ പരിശ്രമിച്ചിട്ടും ഒന്നും അങ്ങോട്ട് തികയുന്നില്ല. ഒരു മാറ്റം ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നു. I want to change, Jesus. I've tried and I can't do anything. യേശുവിന്റെ അടുക്കൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ When they sat in front of Jesus, യേശുവുള്ള അപ്പം എടുത്തു. Jesus took the bread. ഹല്ലേലൂയ. ആ കുഞ്ഞ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി. That boy became a blessing to many. തിരിച്ചവന്റെ കുടുംബത്തിനും അനുഗ്രഹമായി. He became a blessing to his family. നമ്മൾ ഇരിക്കുന്നിടം മോശമായ ഒരിടമല്ല കർത്താവേ. We're not sitting in a bad place, we're sitting in a comfortable place in the presence of Lord. സൂമിൽ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുക എന്ന് ചിന്തിക്കരുത്. You don't think just because Sundays are on Zoom I'm going to work. ഹല്ലേലൂയ. അങ്ങനെ ചിന്താഗതി ആരുടെ ഹൃദയത്തിൽ വേണ്ട കേട്ടോ. And if you have that misunderstanding, don't be like that. ഇന്ന് ആരാധനയിലോ ഇന്നെന്റെ റോട്ടയിലോ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോവുകയാണ്. And because I don't need to go to worship, I'm going to work. ജീവിതം പൂർണ്ണമാക്കാൻ കഴിയത്തില്ല. You will not find satisfaction. ഭൂമിയിലാണെങ്കിലും മരച്ചുവട്ടിലാണെങ്കിലും ദൈവത്തിനുള്ളത് ദൈവത്തിനകത്ത്. Wherever you are, what is worthy for the Lord, you have to give it to Him. നിങ്ങൾക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിയത്തിലും വീടിനകത്തിരുന്ന് കുടുംബമായിട്ട് ആരാധിക്കണം. Even if you can't go to worship in your family, make sure that you worship the Lord. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ പൂർണ്ണതയുണ്ട്. When you come to Jesus, you will be satisfied and fulfilled. Whatever you have in your hand, He's going to fulfill it. നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവേ, പൂർണ്ണ വരുന്ന കർത്താവ്. You're a God who gives us fulfillment. Hallelujah. Hallelujah. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ തുടങ്ങാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ തുടങ്ങാം. അവൻ പറയുന്നിടത്ത് ഇരിക്കാൻ തുടങ്ങാം. ഇരിക്കുന്ന സ്ഥലം മോശമായ സ്ഥലമല്ല. ദൈവത്തിന്റെ സന്നിധി നല്ല സുഖമുള്ള സന്നിധിയാണ്. The presence of the Lord is a comfortable place. വേറെ എവിടെയും ഇതുപോലെ സുഖം കിട്ടത്തില്ല. You will not find comfort anywhere else like the presence of Jesus. നിന്റെ മുൻപിലേക്ക് കൊട്ടകൾ വരും. When you finish, you will find baskets coming towards you. നീ വന്നതെന്ന് യേശു അറിയുന്നുണ്ട് കേട്ടോ. Jesus knows you are here. നീ എന്തിനാ യേശുവിന്റെ അടുക്കിലേക്ക് വന്നത് യേശു അറിഞ്ഞു. Jesus knows why you came to Him. പുരുഷാരം ആരും പറഞ്ഞില്ല യേശുവേ ഞാൻ വിശന്നാ വരുന്നു എന്ന് പറഞ്ഞു. The crowd did not say, Jesus, we are coming hungry. യേശു നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നിന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. Even if you haven't got anything with you, the Lord can satisfy you. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, ചേർന്ന് പാടിക്കേ. യേശു എനിക്കു ചെയ്ത നന്മ
നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ട് മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ട് മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. ഓ യേശുവേ എൻ ദൈവമേ അങ്ങെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ അങ്ങെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതയാത്രയിൽ പലതും മതിയാകുന്നില്ല. Not satisfied in my day-to-day life. എന്റെ ഓട്ടത്തിലും അധ്വാനത്തിലും ഒന്നും തികയുന്നില്ല. I'm not satisfied even after working so പല hard. കാൽക്കുലേഷനിലും അവിടുന്ന് ഇവിടുന്ന് ചെയ്തിട്ടൊന്നും തികയുന്നില്ല. I've calculated in many ways and it's not enough, ഈ Lord. വചനത്തിലൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു, But through this word we believe. യേശുവിലല്ലാതെ ഒരു പൂർണ്ണതയില്ല. There is no fulfillment but through അവനിലേക്ക് Jesus. നോക്കാതെ ഒരു രക്ഷയുമില്ല. There is no hope but to look through Jesus. എന്നാൽ ഇന്ന് പലപ്പോഴും എനിക്ക് ലഭിക്കുന്നതിലേക്ക് ഞാൻ നോക്കുന്നു. But I'm looking at what I'm receiving. എന്റെ കയ്യിലുള്ളതിലേക്ക് ഞാൻ നോക്കുന്നു. I'm looking at what my hand has. എന്നാൽ യേശുവിലേക്ക് നോക്കുവാൻ പറ്റുന്നില്ല. But I can't look up to you, ചില Jesus. മാസങ്ങളായി എന്റെ നോട്ടം അവിടെ മാത്രം. For many months my eyes have been only looking on what I earn. ഇരിക്കുമ്പോൾ വീണ്ടും ഒരു എക്സ്ട്രാ ഓടും. When I don't get enough, I go for another extra. ഡബിൾ എക്സ്ട്രാ അടിക്കും. I try doubles. എല്ലാം സെറ്റ് ചെയ്യും. I try everything. എന്റെ മന്തിൽ വീണ്ടും ശൂന്യത. But at the end of the month, I'm still empty, Lord. എന്താണ് ഇങ്ങനെ? Why is it like this? വചനം പറയുന്നു, The word of God says, ഉള്ളത് എത്രയേ ഉള്ളൂ യേശുവിലേക്ക് നോക്കാം. can you look at Jesus and says, this is all I have? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് I ഉയർത്തുന്നു. lift up my eyes to the hill. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? Where does my help come എന്റെ from? സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. My help comes from the Lord, the maker of heaven and earth. ഇന്ന് പകൽ നല്ല ബാലനെയും ബാലികയും വളർത്തിയെടുക്കാൻ കൃപ നൽകട്ടെ. Let the Lord give us grace to bring up good ആ കുഞ്ഞ് children. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി. Let our children be a blessing to ആ others. കുഞ്ഞ് ആ സഭയ്ക്ക് തന്നെ ഒരു അനുഗ്രഹമായി. Let that child be a blessing to that ആ place. കുഞ്ഞ് വന്ന വലിയ പുരുഷാരത്തിന് അനുഗ്രഹമായി. Because of this young boy, the whole crowd was ആ blessed. കുഞ്ഞ് ഓടി വിഷമിച്ച് പ്രയാസപ്പെട്ട ഫിലിപ്പോസിനും അന്ത്രയോസിനും ശിഷ്യന്മാർക്ക് ഗുണകരമായി. He became a blessing to all those disciples who were burdened. ഒരു സന്ദേശം ഞാൻ അതിലൂടെ പറയട്ടെ. This morning I want to say a message. ഹൃദയത്തിൽ വേദനയുള്ളവൻ ആശ്വാസമാകുന്ന ഒരു കുഞ്ഞ്. A child who became a comfort to those who were burdened. ഇന്ന് പകൽ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. This morning let you and me become a blessing to others. വേറെ എവിടെ ചെന്നാലും ഈ പൂർണ്ണത ലഭിക്കത്തില്ല കേട്ടോ. Wherever you go, you will not be satisfied. യേശുവിന്റെ പാദപീഠത്തിലിരുന്നു. And they sat in front of യേശുവിന് Jesus. ലഭിച്ചിരിക്കുന്ന അപ്പം എടുത്തു. Jesus took that 5 loaves of bread. He took those small fishes വിളമ്പി കൊടുത്തു. and he served those to the ഇന്ന് പകൽ people. യേശു അറിയുന്നു നിങ്ങളുടെ ഹൃദയം. Jesus knows your heart. നിങ്ങൾ ഏത് വിഷയത്തോടാണ് ഇന്ന് വന്നിരിക്കുന്നത്? What need you have right now, the Lord knows. യേശുവിനോട് പറ. Can you say to Jesus? പറഞ്ഞില്ലെങ്കിലും അറിയുന്നുണ്ട്. Even if you don't say, he knows it. സബ്മിറ്റ് ചെയ്തേ. Can you just surrender to എനിക്ക് him? പറ്റത്തില്ല. Can you say, I can't do it myself, നിനക്ക് Lord? മാത്രമേ ഒരു പൂർണ്ണ തരാൻ പറ്റൂ. You're the only one who can give me full കുടുംബജീവിത satisfaction. ബന്ധത്തിൽ, ജോലി ജീവിത ബന്ധത്തിൽ, In my workplace, വേറെ വേറെ എവിടെയൊക്കെയോ ഒരു പ്രശ്നം കിടപ്പുണ്ട്. in every situation I'm struggling. Something is wrong. ഇന്ന് Hallelujah. പകൽ ഞാൻ ദൈവത്തിലേക്ക് അടുക്കുവാൻ I ആഗ്രഹിക്കുന്നു. want to come close to you, Jesus. ഓ പ്രാർത്ഥിക്കാം. Let's pray. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ദൈവമുണ്ടല്ലോ. I have a Jesus who's willing to satisfy me. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, Can you put your hand on your heart and say, നിനക്ക് മാത്രമേ സാറ്റിസ്ഫാക്ഷൻ തരാൻ Lord, you're പറ്റൂ. the only one who can satisfy me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
Can you pray for ഈ me? ദൂത് എന്നോടുള്ളതാണ്. Can you say this message is to me? എന്റെ ഓടിയിട്ടും അധ്വാനിച്ചിട്ടും അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്തൊന്നും നടക്കുന്നില്ല. I have tried everything, I've collected everything, but nothing is Something working out. is missing. Something is missing. Hallelujah. I want to see the glory of God. എനിക്ക് ദൈവത്തിന് ഇരിക്കാൻ തരണം. നെഞ്ചത്ത് കൈവച്ച് ആരും കൈയൊന്നും പോക്കണ്ട. Don't lift your hands, just put it on your ഈ heart and സന്ദേശം say, എന്നോടുള്ള സന്ദേശം. this message is to me, ഒരു Lord. പൂർണ്ണത ഞാൻ ആഗ്രഹിക്കുന്നു. I want a fulfillment. കർത്താവ് ഇന്ന് പകൽ യേശു പറഞ്ഞതുപോലെ പാദപീഠത്തിൽ പുല്ലിരിപ്പാൻ കൽപ്പിച്ചു. Like Jesus said, sit down where there was much grass. എന്റെ കയ്യിലുള്ളത് ഞാൻ മറക്കാൻ പോവുകയാണ്. I'm going to forget what I have. യേശുവിന്റെ കയ്യിലേക്ക് അത് കൊടുത്തു. I'm going to give it to Jesus. യേശുവിന്റെ ഒറ്റ ആജ്ഞയാണ്, And Jesus said one thing, എല്ലാവരും പന്തിയായിരിക്കും. sit down. ഒരു ഓർഡർ. There is a sit down and the order. പ്രാർത്ഥനയ്ക്ക് ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. There is an order in prayer. ഇരിപ്പിന് ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. There is an order in the way you sit down. എല്ലാത്തിനും ഒരു കണ്ടീഷൻ ഉണ്ട് There കേട്ടോ. is a condition in everything. പിതാവേ ആഗ്രഹത്തോടായിരിക്കുന്നു പ്രാർത്ഥന. Lord, this morning with desire we come ഈ to you. സന്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള This സന്ദേശമാണ്. message is to all of us, Lord. ഞങ്ങളുടെ ചില മേഖലകളിൽ കർത്താവേ സാറ്റിസ്ഫാക്ഷൻ Lord, കുറവുണ്ട്. in things in our lives we feel we're not കർത്താവ് satisfied. ഫില്ല് ചെയ്യാൻ പോകുന്ന Lord, you're going to fill us. കർത്താവേ ആ കുഞ്ഞ് ഉണ്ടായിരുന്നത് കൊണ്ട്, Because, കർത്താവേ ആ കുഞ്ഞിന്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നു. because that young lad had that 5 loaves of പലപ്പോഴും bread. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ വരുമ്പോൾ When we come with our children, Lord, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്റെ കുഞ്ഞ് ആത്മീയത്തിൽ we വളരണമെന്ന്. desire our child to grow എന്റെ spiritually. കുഞ്ഞു മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെന്ന് I ആഗ്രഹം. desire my child to be a blessing to എന്നാൽ somebody പലപ്പോഴും അത് else. എനിക്ക് കഴിയുന്നില്ല. But sometimes I ഈ can't do it, സന്ദേശം Lord. എന്നെ ചില മേഖലയിൽ മാറ്റി I വിശ്വസിക്കുന്നു. believe this message will എന്റെ change me. കുഞ്ഞ് സഭയ്ക്ക് മാത്രമല്ല, My child, not just for the church, പട്ടണത്തിന് മാത്രമല്ല, not just for the town. സകലർക്കൊരു അനുഗ്രഹമായി മാറുവാൻ He or she will become a blessing to ഞാൻ everybody. ആഗ്രഹിക്കുന്നു കർത്താവ്. I desire Jesus. ആഗ്രഹത്തോടെ കർത്താവിന് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. Lord, thank you for the miracles you're going to യേശു do. പുരുഷാരത്തിന്റെ ആഗ്രഹം കണ്ടു. Jesus saw the desire of that crowd. He touched their hearts. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവരെയും ആഗ്രഹത്തെയും ഹൃദയത്തെയും അറിഞ്ഞതിനായി സ്തോത്രം. Lord, thank you for knowing people's heart this morning. മറ്റുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചതിനായി സ്തോത്രം. I thank you, Lord, that you have sent blessings, Lord. യേശുവിന്റെ നാമത്തിൽ പിതാവേ. In the name of Jesus. ആമേൻ. Amen.